ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തോ എടുത്ത് ഇങ്ങനെ മാറ്റി വെക്കുക, എന്തോ വലിച്ച് മാറ്റി വെക്കുക. എന്താണ് ഈ വലിച്ച് മാറ്റി വെക്കുന്നത്? സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ റീറ്റെയിൻഡ് പ്രോഫിറ്റിന്റെ മറ്റൊരു പേരാണ് പ്ലോവിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. പഠിച്ചിട്ടേ പോകാവുള്ളൂ, 1 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമ്മളൊരു ബിസിനസ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് കിട്ടി, മിസ് ഒരു ബിസിനസ് ഒക്കെ ചെയ്ത് നല്ല പ്രോഫിറ്റ് ഒക്കെ കിട്ടി. ആ പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് മിസ് ഇങ്ങനെ വിചാരിച്ചു, ഇനി എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു പണി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉപയോഗിക്കാനായിട്ട് കുറച്ച് പൈസ വേണ്ടേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആ കിട്ടിയ പ്രോഫിറ്റിൽ നിന്ന് ഇച്ചിരി പൈസ എടുത്ത് അങ്ങ് മാറ്റി വെക്കും. എനിക്ക് 1 ലക്ഷം രൂപയാണ് പ്രോഫിറ്റ് കിട്ടിയത്. ആ 1 ലക്ഷത്തിന്റെ അകത്തുനിന്ന് 20,000 രൂപ എടുത്ത് ഞാൻ റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് ഞാൻ മാറ്റി വെച്ചു. ഓക്കെ, ബാക്കി എത്രയുണ്ട്? 80,000 രൂപയാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പം ആ 20,000 രൂപ ഞാൻ എടുത്ത് മാറ്റി വെച്ച ആ 20,000 രൂപേനെയാണ് നമ്മൾ റീറ്റെയിൻഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കും, 20,000 രൂപ മാറ്റി വെച്ചു, ഈ ബാക്കി 80,000 രൂപയുണ്ട്. ആ 80,000 രൂപയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് അവർക്ക് വേണ്ട ഫണ്ട്, അതിൽ നിന്നുള്ള പ്രോഫിറ്റിന്റെ വിഹിതമായിരിക്കും നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അപ്പം ഔട്ട് ഓഫ് ടോട്ടൽ പ്രോഫിറ്റ് ഏൺ ബൈ എ കമ്പനി, ഒരു കമ്പനി ഏൺ ചെയ്തിരിക്കുന്ന ടോട്ടൽ പ്രോഫിറ്റിൽ നിന്ന് ഇൻ എ പെർട്ടിക്കുലർ ഇയർ, ഒരു പെർട്ടിക്കുലർ വർഷത്തിൽ എ സർട്ടൻ പെർസെൻറ്റേജ് ഇസ് റീറ്റെയിൻഡ് ഇൻ എ ബിസിനസ്, ഒരു പ്രത്യേക ശതമാനം അവരെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് വിത്തൗട്ട് ഡിസ്ട്രിബ്യൂട്ടിംഗ് ആസ് ഡിവിഡൻഡ് എമംഗ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് ആ ഒരു എമൗണ്ട് വെച്ചല്ല അവർക്ക് എന്ത് കൊടുക്കുന്നത്? ഡിവിഡൻഡ് കൊടുക്കുന്നത്. പക്ഷേ ദിസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റീറ്റെയിൻഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഫ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റീറ്റെയിൻഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എനിക്കൊരു ബിസിനസ് ഉണ്ട്, ആ ബിസിനസ്സിന് പ്രോഫിറ്റ് കിട്ടി. ആ പ്രോഫിറ്റ് കിട്ടിയ ഉടനെ തന്നെ ഇനി എന്തെങ്കിലും അൺസർട്ടനിറ്റീസ് വന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ബിസിനസിന് വേണ്ടി എടുത്ത് മാറ്റി വെക്കുന്ന ഒരു പ്രത്യേക ശതമാനം അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് കാണും. ആ എമൗണ്ടിനെയാണ് ദാറ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. ആ പ്രോഫിറ്റ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഈ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കത്തില്ല കേട്ടോ, അത് ഞാൻ അങ്ങ് മാറ്റി വെക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി വന്ന ആ 80,000 രൂപയില്ലേ, അതേ ഞാൻ ഷെയർ ഹോൾഡേഴ്സിനോട് പറയത്തുള്ളൂ, ഇത്തവണത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 80,000 രൂപ. ശരിക്കും എനിക്ക് 1 ലക്ഷം കിട്ടി, പക്ഷെ അതിലെ 20,000 രൂപ എടുത്ത് ഞാൻ എന്ത് ചെയ്തു? റീറ്റെയിൻഡ് പ്രോഫിറ്റ് ആയിട്ട് മാറ്റി വെച്ചു. ബാക്കി 80,000 രൂപ ഞാൻ ഷെയർ ഹോൾഡേഴ്സിനോട് പറഞ്ഞുള്ളൂ പ്രോഫിറ്റ് കിട്ടിയെന്ന്. അപ്പം ആ ഒരു പ്രോഫിറ്റിനൊത്ത ശതമാനം മാത്രമേ ഡിവിഡൻഡ് നമ്മൾ ആർക്ക് കൊടുക്കത്തുള്ളൂ? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കത്തുള്ളൂ. ഇത് സോഴ്സ് ഓഫ് ഇന്റേണൽ ഫിനാൻസ്, അതൊരു ഇന്റേണൽ ഫിനാൻസിന്റെ ഭാഗമാണ്. കാരണം ബിസിനസ്സിൽ നിന്ന് തന്നെ കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് മാറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്റേണൽ ഫിനാൻസ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും.